നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വൃദ്ധയ്ക്ക് മനോവൈകല്യമുള്ള മകന് മർദ്ദനമേറ്റ സംഭവം വിവാദമായി. ഭക്തരെ മർദ്ദിച്ച സംഭവം അട്ടിമറിക്കാൻ ഇടപെട്ടിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. COA സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള കേബിൾ TV ഓപ്പറേറ്റർമാർ നിരാഹാരം അനുഷ്ഠിച്ചു. ഓൾ കേരള ഇന്റർ ആയുർവേദ കോളേജ് കലാമേളയിൽ കണ്ണൂർ ആയുർവേദ കോളേജിന് കിരീടം. ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിന് 2ാം സ്ഥാനം. ലോക തൊഴിലാളി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. നാടെങ്ങും വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടത്തി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വൃദ്ധയ്ക്കും മനോവൈകല്യമുള്ള മകനും മർദ്ദനമേറ്റു. സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ശ്രീകോവിലിന് പടിഞ്ഞാറ് ഭാഗത്ത് തൊഴുതുനിന്ന അമ്മയെ ജീവനക്കാർ ബലം പ്രയോഗിച്ച് നീക്കുന്നത് ചോദ്യം ചെയ്തതിനാണ് യുവാവിന്റെ കഴുത്തിലും പുറത്തുമായി മർദ്ദിച്ചത്. കോയമ്പത്തൂരിൽ സ്ഥിര താമസമാക്കിയ മലയാളികൾക്കാണ് മർദ്ദനമേറ്റത്. ശ്രീകോവിലിന് മുന്നിലും ഗണപതി ക്ഷേത്രത്തിന് മുന്നിലും വെച്ച് ഇവർക്ക് മർദ്ദനമേറ്റു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സംഭവം ഉണ്ടായത്. ഭക്തരെ മർദ്ദിച്ച ദേവസ്വം ജീവനക്കാർക്കെതിരെ മുഖ്യമന്ത്രി നടപടി ശുപാർശ ചെയ്തുവെങ്കിലും പാർട്ടി നേതൃത്വം ഇടപെട്ട് നടപടി മരവിപ്പിച്ചതായി ആരോപണമുയർന്നു. അതേസമയം ഭക്തരെ മർദ്ദിച്ച ദേവസ്വം ജീവനക്കാർക്കെതിരെയുള്ള നടപടി പാർട്ടി നേതൃത്വം അട്ടിമറിച്ചുവെന്ന ആരോപണം KPCC പ്രസിഡന്റ് VM സുധീരൻ തള്ളി. ഇക്കാര്യത്തിൽ താൻ ഇടപെട്ടിട്ടില്ലെന്ന് സുധീരൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR സുധീർ, സംസ്ഥാന ട്രഷറർ M രാധാകൃഷ്ണൻ എന്നിവരാണ് 3 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്നത്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള നിരവധി കേബിൾ TV ഓപ്പറേറ്റർമാർ വ്യാഴാഴ്ചത്തെ സമരത്തിൽ പങ്കെടുത്തു. രാവിലെ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിലേക്ക് പ്രകടനമായി എത്തി. സംസ്ഥാന പ്രസിഡന്റ് അൻവർ ഹുസൈൻ, KCCL ഡയറക്ടർ ഗോവിന്ദൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു എന്നിവരും സമരത്തിനെത്തി. CPM ലോക്സഭാ സ്ഥാനാർത്ഥി A സമ്പത്ത് സമരപ്പന്തലിൽ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലാ COA പ്രസിഡന്റ് പ്രമോദ്, ജില്ലാ സെക്രട്ടറി PB സുരേഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. തൊഴിലാളി ദിനത്തിൽ COA സമരപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പരിസരവും കന്റോൺമെന്റ് പോലീസ് പരിസരവും വൃത്തിയാക്കി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തുന്നത്. 311 രൂപയായി വർദ്ധിപ്പിച്ച വൈദ്യുതി പോസ്റ്റ് വാടക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നത്. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ഇരട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി. ചെന്നൈയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും പോലീസ് പരിശോധന കർശനമാക്കിയത്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പോലീസും ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തി. യാത്രക്കാരെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിച്ച ശേഷമാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കടത്തിവിടുന്നത്. തീരദേശ മേഖലകളിലും പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ട്. തീരദേശ പോലീസിന്റെ നേതൃത്വത്തിൽ കടലിൽ പ്രത്യേക ബോട്ട് പട്രോളിംഗ് നടത്തി. ലോഡ്ജുകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പരിശോധന കർശനമാക്കി. ലോഡ്ജുകളിൽ താമസിക്കുന്ന അപരിചിതരെയും നിരീക്ഷിക്കുന്നുണ്ട്. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ റാലി നടത്തി. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടത്തിയ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും CITU സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ AN രാജൻ, MK തങ്കപ്പൻ, C വിജയകുമാർ, BK ഗോപിനാഥൻ, PK ഷാജൻ, MR രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രകടനം നടത്തി. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തയ്യൽ തൊഴിലാളികൾ മെയ് ദിന റാലി നടത്തി. മെയ് ദിനത്തോടനുബന്ധിച്ച് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സെമിനാർ നടത്തി. TUCI സംസ്ഥാന സെക്രട്ടറി TC സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. AITUC സെക്രട്ടറി MP ജോയ് അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ KK ചന്ദ്രൻ, EJ സ്റ്റീഫൻ, CA അജിതൻ, മോൻസി, ജയൻ കോനിക്കര തുടങ്ങിയവർ സംസാരിച്ചു. മെയ് ദിനത്തോടനുബന്ധിച്ച് സോഷ്യലിസ്റ്റ് ജനതയുടെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ കോസ്റ്റ് ഫോർഡിൽ തൊഴിലാളി സംഗമം നടത്തി. HMS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് ജനത ജില്ലാ പ്രസിഡന്റ് യൂജിൻ മൊറേലി അധ്യക്ഷനായിരുന്നു.
കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റൂസി, സംസ്ഥാന ഭാരവാഹികളായ അജി ഫ്രാൻസിസ്, PD നാരായണൻ, വിൻസെന്റ് പുത്തൂർ, AS തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ അതിരൂപത KLM-ന്റെ ആഭിമുഖ്യത്തിൽ നടത്തറയിൽ മെയ്ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. KLM ഡയറക്ടർ ഫാദർ ജോസ് കോനിക്കര, ഫാദർ സൈമൺ തെർമഠം, ഫാദർ ജോസ് പയ്യപ്പള്ളി എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. KLM പ്രസിഡന്റ് NK രാജു അധ്യക്ഷത വഹിച്ചു. MP വിൻസെന്റ് MLA മുഖ്യാതിഥിയായിരുന്നു. ഫാദർ ജോർജ് തോമസ് നിരപ്പുകാലായിൽ മെയ്ദിന സന്ദേശം നൽകി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമൽ ഡയാലിസിസ് ധനസഹായം വിതരണം ചെയ്തു. ഫാദർ ജാക്സൺ ചാലക്കൽ, ജോയ് മാളിയക്കൽ, സജിത ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. മെയ്ദിനത്തോടനുബന്ധിച്ച് വിലങ്ങൻകുന്ന് ട്രക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. നടത്തത്തിലൂടെ ആരോഗ്യം, സൌഹാർദ്ദം, സന്തോഷം എന്ന സന്ദേശവുമായിട്ടാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. വിലങ്ങൻകുന്ന് റോഡിൽ നടന്ന കൂട്ടയോട്ടം SPM ട്രക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റുമായ CK ശങ്കരനാരായണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി പൌലോസ്, DYSPM ക്ലബ്ബ് PROയുമായ KK രവീന്ദ്രൻ, അഡ്വക്കേറ്റ് KJ ജോൺസൺ എന്നിവർ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി. സ്ത്രീകളടക്കം നിരവധി പേരാണ് കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തത്. ഓൾ കേരള ഇന്റർ ആയുർവേദ കോളേജ് കലാമേള ആയുർ ഫെസ്റ്റ് തൃശൂരിൽ സമാപിച്ചു. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KG വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സർവകലാശാല സ്റ്റുഡന്റ് ഡീൻ ഡോക്ടർ KB സുധീർ കുമാർ, കോർപ്പറേഷൻ കൌൺസിലർ ഡോക്ടർ M ഉസ്മാൻ, തൃശൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് VM രാധാകൃഷ്ണൻ, ഡോക്ടർ D ഷീല, ഡോക്ടർ PK അശോക്, ഡോക്ടർ രജിത് ആനന്ദ്, ഡോക്ടർ D ജയൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുബി ദാസ്, KV ദീപു എന്നിവർ പങ്കെടുത്തു. 5 ദിവസങ്ങളിലായി റീജിയണൽ തിയേറ്റർ, സാഹിത്യ അക്കാദമി ഹാൾ, ടൗൺ ഹാൾ എന്നിവിടങ്ങളിലാണ് മേള അരങ്ങേറിയത്. 86 ഇനങ്ങളിലായി 3500 വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു. കലോത്സവത്തിൽ കണ്ണൂർ ആയുർവേദ കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജ് 2ാം സ്ഥാനവും കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. തൃശൂരിൽ സമാപിച്ച ആയുർ ഫെസ്റ്റിൽ കലാപ്രതിഭയായി KP കാർത്തിക്കും കലാതിലകമായി കൃഷ്ണ B വിജയും തെരഞ്ഞെടുക്കപ്പെട്ടു. തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥിയായ കാർത്തിക് ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, അർത്ഥശാസ്ത്രീയ ഗാനം, പുല്ലാങ്കുഴൽ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് കലാപ്രതിഭയായത്. പുല്ലാങ്കുഴൽ വിദഗ്ധനായ പിതാവ് പരമേശ്വരന്റെ കലാപാരമ്പര്യം പിന്തുടർന്ന് സംഗീതരംഗത്ത് കഴിവ് തെളിയിച്ചാണ് കാർത്തിക് കലാപ്രതിഭാ പട്ടം കരസ്ഥമാക്കിയത്. മാപ്പിളപ്പാട്ട്, ലൈറ്റ് മ്യൂസിക്, സെമി ക്ലാസിക്കൽ, പിന്നെ ഫ്ലൂട്ട് എന്നൊക്കെയാണ്. ക്ലാസിക്കലിനും മാപ്പിളപ്പാട്ടിനും ഫസ്റ്റ്, ബാക്കി 3 സെക്കൻഡ് ആയിരുന്നു. ഗുരുക്കന്മാർ ആദ്യം അച്ഛനായിരുന്നു. തിരുവനന്തപുരം ആയുർവേദ കോളേജ് വിദ്യാർത്ഥിയായ കൃഷ്ണ നൃത്തരംഗത്തെ ഓവറോൾ മികവുമായാണ് കലാതിലകമായത്. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം എന്നിവയിൽ കൃഷ്ണ 1ാം സ്ഥാനം നേടി. കുച്ചിപ്പുടി, നാടോടി നൃത്തം, മാർഗം കളി, തിരുവാതിരക്കളി, ഗ്രൂപ്പ് ഡാൻസ് എന്നിവയിലും കൃഷ്ണ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നേരത്തെ CBSE കലോത്സവത്തിൽ കലാതിലകമായിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരളാടനം, നാടോടി നൃത്തം, പിന്നെ 3 ഗ്രൂപ്പായിട്ട്. ഭരതനാട്യവും മോഹിനിയാട്ടവും കേരളാടനവും ഫസ്റ്റും, കുച്ചിപ്പുടി സെക്കൻഡും, ഫോക്ക് ഡാൻസ് തേർഡും. ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജ് വിദ്യാർത്ഥിയായ TK ഷംസിയും കണ്ണൂർ ആയുർവേദ കോളേജിലെ TK ജിഷ്ണുവും മികച്ച നടിയും നടനുമായി. മലപ്പുറം തിരൂരിൽ നിന്നുമെത്തിയ തട്ടമിട്ട സുന്ദരി സ്മാർത്ത വിചാരത്തിലെ താത്രിക്കുട്ടിയായി വേദിയിൽ നിറഞ്ഞാടിയതാണ് ഷംസിയെ മികച്ച നടിയാക്കിയത്. നിശബ്ദതയുടെ നിലവിളി എന്ന നാടകമാണ് ജിഷ്ണുവിനെ മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഉറുദു സാഹിത്യ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കണ്ണൂർ ആയുർവേദ കോളേജിലെ VP റസീനയാണ് സർഗപ്രതിഭ. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിനോദയാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന കാർ ഡിവൈഡറിൽ ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. എറണാകുളം പള്ളുത്തുരുത്തി സ്വദേശികളായ അടമ്പുകുളം വീട്ടിൽ ഷിനോയ്, കുറ്റിക്കൽ മിനീഷ്, താലിയത്ത് റിനു ജോർജ്, കുറിയേടം മാത്യു എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ പാലക്കാട് ഇരട്ടക്കുളത്ത് വെച്ച് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ 4 പേരെയും പാലക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കൂടുതൽ ചികിത്സയ്ക്കായി പിന്നീട് തൃശൂർ വെസ്റ്റ് ബോർഡ് ഹൈടെക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളുത്തുരുത്തിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകും വഴിയായിരുന്നു അപകടം. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ കാലം ചെയ്ത മെത്രാപ്പോലീത്താമാരുടെ ഓർമ്മ ദിനാചരണം തൃശൂരിൽ നടത്തി.
കാലിയൻ സ്കൂളിൽ നടന്ന ഓർമ്മ ദിനാചരണ ചടങ്ങുകൾ മാർ അപ്രേ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ശക്തൻ തമ്പുരാന്റെ ഇളം തലമുറക്കാരൻ RT രവിവർമ്മ മുഖ്യാതിഥിയായിരുന്നു. മാർ യോഹന്നാൻ യോസഫ്, മാർ ഔഗ്യൻ കുര്യാക്കോസ്, ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ IG ജോയ്, ഫാദർ ഡേവിസ് കെ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രക്തദാന കൂട്ടായ്മയും അന്നദാനവും ഉണ്ടായി. മാർത്തുമറിയം വലിയ പള്ളിയുടെ 200ാം വാർഷികത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ വിതരണവും നടന്നു. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാളിന് നാളെ കൊടിയേറും. നാളെ രാവിലെ 5:30 വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിലെ ദിവ്യബലിക്ക് ശേഷം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് കോമ്പാറ കൊടിയേറ്റം നിർവഹിക്കും. മെയ് 10, 11 തീയതികളിലാണ് തിരുനാൾ. തിരുനാളിനോടനുബന്ധിച്ച് ഇത്തവണ 1.5 ലക്ഷം പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കുന്നത്. കൂടുതുറക്കൽ ശുശ്രൂഷ 10 വൈകിട്ട് നടക്കും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവേള. ഇനി പൂരവിശേഷങ്ങൾ. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വാദ് B2B ആട്ട, കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കൊറീസ്, ഏത് പ്രാർത്ഥനയും ഫലിക്കും. സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. കോ സ്പോൺസർഡ് ബൈ പ്യൂമ ട്രേഡേഴ്സ്. പ്യൂമ കുടകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, റെയിൻകോട്ടുകൾ, ഇനിയെല്ലാം പ്യൂമ തന്നെ. ഇനി ഓർമ്മപ്പൂരം. തൃശൂർ പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ ദേവിമാരാണ് പൂരത്തിന് എഴുന്നള്ളുന്നതെങ്കിലും തിരുവമ്പാടിയുടെ കോലത്തിൽ മുരളീകൃഷ്ണന്റെ ഗോളകയാണ്. ഒപ്പം തിരുവമ്പാടിയുടെ മണിക്കൂട്ടിനും പ്രത്യേകതയുണ്ട്. തിരുവമ്പാടിയുടെ കോലത്തിലെ കണ്ണൻ ശക്തൻ തമ്പുരാന്റെ ആശയമാണ്. തേക്കിൻകാട്ടിലേക്ക് കല്ലിന്റെ വെള്ളം പാത്തി വിയൂരിൽ നിന്ന് ആനകളെ കൊണ്ട് വലിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ ആനകൾ തിരുവമ്പാടി ക്ഷേത്രത്തിനു മുന്നിൽ നിന്നുവെത്രേ. ഇതറിഞ്ഞ ശക്തൻ തമ്പുരാൻ പൂരം എഴുന്നള്ളിപ്പിന് ഇഷ്ടദൈവമായ കൃഷ്ണന്റെ രൂപം കോലത്തിൽ ആലേഖനം ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നീട് തിരുവമ്പാടി വിഭാഗം കൃഷ്ണന്റെ ഘോളക സ്വർണമാക്കാനുള്ള ആഗ്രഹത്തെ തുടർന്ന് ധനാഢ്യനായ തൃപ്പൂണിത്തുറയിലെ നാരായണ മേനോനെ സമീപിച്ചു. മേനോൻ സ്വർണം നൽകാൻ സമ്മതിച്ചെങ്കിലും 100 പവനിൽ കൂടുതൽ ആവശ്യമുള്ളതിനാൽ തന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ അടക്കമുള്ളവ തിരിച്ച് ആഭരണങ്ങളാക്കി നൽകാമെന്ന വ്യവസ്ഥയിൽ മേനോൻ സ്വർണം നൽകി. ആ വർഷം മുരളീകൃഷ്ണന്റെ സ്വർണഗോളകയുള്ള കോലമേന്തിയാണ് പൂരം എഴുന്നള്ളിപ്പ് നടന്നത്. പൂരം കഴിഞ്ഞ് മുരളീകൃഷ്ണന്റെ ഗോളക ഉടച്ചു പണിയാൻ തിരുവമ്പാടിക്കാർക്ക് മനസ്സ് വന്നില്ല. ഇതേ തുടർന്ന് തൃപ്പൂണിത്തുറ നാരായണ മേനോനെ തിരികെ ഗോളക സമർപ്പിക്കുകയായിരുന്നു. എന്നാൽ തന്റെ വീട്ടിൽ തുടരെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് കണ്ട് മേനോൻ ഗോളക തിരുവമ്പാടി ക്ഷേത്രത്തിന് സമർപ്പിക്കുകയായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം കോലത്തിൽ എഴുന്നള്ളിക്കാറുള്ള ഗോളക ദേവസ്വം ലോക്കറിലാണ് സൂക്ഷിക്കുന്നത്. കൂടാതെ തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. എഴുന്നള്ളിപ്പിന് തിടംപേറ്റുന്ന ഗജവീരന്റെ കഴുത്തിലണിയുന്നത് 25 മണികളുള്ള അണിക്കൂട്ടാണ്. ഇതിനുമുണ്ട് ഒട്ടേറെ സവിശേഷതകൾ. 25 വ്യത്യസ്ത ധ്വനികളാണ് ഇത് പുറപ്പെടുവിപ്പിക്കുന്നത്. 70 വർഷത്തോളം പഴക്കമുള്ള ഈ മണിക്കൂട്ട് കേരളത്തിൽ തിരുവമ്പാടി ക്ഷേത്രത്തിന് മാത്രമേയുള്ളൂ. ഇനി കാത്തിരിപ്പാണ്. 25 മണികളുള്ള മണിക്കൂട്ടമണിഞ്ഞ ഗജവീരനു മുകളിൽ തിരുവമ്പാടി മുരളീകൃഷ്ണന്റെ ഗോളകയുള്ള കോലമേന്തിയ ആ എഴുന്നള്ളിപ്പിനായി. കൾച്ചർ ഡെസ്ക് TCV. പൂരത്തിന്റെ ഒരുക്കങ്ങളുമായി അണിയറ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ശനിയാഴ്ച കൊടി ഉയരും. പൂരാവേശം വാരിവിതറുന്ന കൊടിയേറ്റത്തിനുള്ള കൊടിക്കുറയുടെ അവസാനവട്ട മിനുക്ക് പണിയിലാണ് തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗക്കാരുടെ അവകാശികൾ. ലോകമെമ്പാടും പുകൾപെറ്റ പൂരങ്ങളുടെ പൂരത്തിന് കൊടിയുയരുമ്പോൾ പൂരപ്രേമികളിൽ മാത്രമല്ല ആവേശം വാനോളമുയരുക. കൊടികൾ തയ്യാറാക്കിയവരുടെ മനസ്സിലും ആഹ്ലാദത്തിന്റെ വർണ്ണക്കൊടികൾ ഉയരുന്നു. പാറമേക്കാവിനു വേണ്ടി തളിക്കുളം സ്വദേശി തളിക്കുളങ്ങര മാധവനും തിരുവമ്പാടിക്ക് വേണ്ടി കുട്ടംകുളങ്ങര ഹേമ ക്വാർട്ടേഴ്സിൽ സുന്ദരേശനുമാണ് കൊടിക്കൂറകൾ ഒരുക്കുന്നത്. പ്രതിഫലം മോഹിച്ചല്ല, മറിച്ച് ഒരു നിയോഗം പോലെ കിട്ടിയ ദൗത്യം
ഭാഗ്യവും അഭിമാനവുമാണെന്ന് കരുതി ഇവർ ഏറ്റെടുത്തിരിക്കുന്നു. ഭക്തിയും പ്രാർത്ഥനയും ഇഴചേർത്ത് നെയ്യുന്ന കൊടിക്കൂറകൾ ഏറെ മനോഹരം തന്നെ. 14 വർഷമായി പാറമേക്കാവിനു വേണ്ടി കൊടിക്കൂറ തയ്യാറാക്കുന്ന തളിക്കുളങ്ങര മാധവൻ 84-ാം വയസ്സിലും മക്കൾക്കൊപ്പം കൊടിക്കൂറ നിർമ്മാണത്തിൽ സജീവമാണ്. ഒരു വശത്ത് ചന്ദ്രകലയും മറുവശത്ത് സിംഹരൂപവും ആലേഖനം ചെയ്തതാണ് പാറമേക്കാവിന്റെ കൊടിക്കൂറ. കൂടാതെ പാറമേക്കാവിനു വേണ്ടി 50 ചെറുകൊടികൾ നിർമ്മിക്കുന്നതും മാധവനാണ്. 43 വർഷത്തോളമായി തിരുവമ്പാടിക്ക് വേണ്ടി കൊടിക്കൂറകൾ ഒരുക്കാനുള്ള നിയോഗം കുട്ടംകുളങ്ങര ഹേമ ക്വാർട്ടേഴ്സിൽ സുന്ദരേശനാണ്. ബഹുവർണ്ണ കൊടിയാണ് തിരുവമ്പാടിയുടെ പ്രത്യേകത. 86-കാരനായ സുന്ദരേശനെ സഹായിക്കാൻ മകൻ സുജിത്തും ഒപ്പമുണ്ട്. തിരുവമ്പാടിക്ക് വേണ്ടി ചെറുകൊടികൾ തയ്യാറാക്കുന്നത് തൃശൂർ സ്വദേശി സേതുമാധവനാണ്. ഇതിനു പുറമെ തിരുവമ്പാടി വിഭാഗത്തിന്റെ കോലത്തിൽ ഉപയോഗിക്കുന്ന തിരുടാടയും തിടമ്പിൽ അണിയിക്കുന്ന പട്ടുടയാടകളും തയ്ച്ചെടുക്കുന്നതും സേതുമാധവനാണ്. തൃശൂർ പൂരത്തിനുള്ള കൊടിക്കൂറകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഇനി പൂരത്തിന്റെ കാഹളമുയർത്തി കൊടി ഉയരുന്നതും കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾ. ക്യാമറമാൻമാരായ മുഹമ്മദ് ഫാരിസിനും ബിജു അഗസ്റ്റിനുമൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. മണ്ണിലും വിണ്ണിലും വർണ്ണപ്രഭ ചുരിയുന്ന ലോകപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് കൊടിയേറാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ കൊടിമരം ഒരുക്കുന്ന തിരക്കിലാണ് ക്ഷേത്രം അടിയന്തരക്കാരായ ആശാരിമാർ. മെയ് 3-നാണ് തൃശൂർ പൂരത്തിന്റെ കൊടിയേറ്റം. കൊടിയേറ്റത്തിന്റെ 7-ാം നാളായ മെയ് 9-നാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വന്നെത്തിയ പൂരം കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് തട്ടകക്കാർ. പ്രധാന പൂരപ്പങ്കാളികളായ പാറമേക്കാവിനും തിരുവമ്പാടിക്കും പുറമെ പൂരം പങ്കാളികളായ കണിമംഗലം ശാസ്താക്ഷേത്രം, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം, ലാലൂർ ഭഗവതി ക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം, കിഴക്കുംപാട്ടുകര പനമുക്കുംപിള്ളി ശാസ്താക്ഷേത്രം, ചെമ്പൂക്കാവ് കാർത്യായനി ക്ഷേത്രം, അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം, നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നീ 8 ഘടകക്ഷേത്രങ്ങളിലും ശനിയാഴ്ച തന്നെയാണ് കൊടിയേറ്റം. പാരമ്പര്യ അവകാശികളായ ആശാരിമാരാണ് കൊടിമരങ്ങൾ തയ്യാറാക്കുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി കാനാട്ടുകര താഴത്തെ പുരയ്ക്കൽ രാവുണ്ണി ആശാരിയുടെ മകൻ മനക്കൊടി സ്വദേശി സുന്ദരനും മകൻ സുഷിത്തുമാണ് ഇത്തവണയും കൊടിമരം തയ്യാറാക്കുന്നത്. 56 വർഷം സുന്ദരന്റെ അച്ഛൻ രാവുണ്ണി ആശാരിയായിരുന്നു തിരുവമ്പാടിക്ക് വേണ്ടി കൊടിമരം തയ്യാറാക്കിയിരുന്നത്. 20 വർഷത്തോളം അച്ഛനോടൊപ്പം കൊടിമരം തയ്യാറാക്കിയിരുന്ന സുന്ദരൻ കഴിഞ്ഞ 5 വർഷമായി ആ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. കൊടിമരത്തിനായി 1.5 കോൽ നീളമുള്ള വളവില്ലാത്ത കവുങ്ങാണ് തിരഞ്ഞെടുക്കുന്നത്. കൊടിമരം നാട്ടിയ ശേഷം 9.5 കോൽ നീളമുണ്ടാകും കൊടിമരത്തിന്. 15 ദിവസം വ്രതമെടുത്താണ് കൊടിമരം തയ്യാറാക്കുന്നതെന്നും ഇന്നും ഇത് തുടരാനാകുന്നത് ഭഗവതിയുടെ അനുഗ്രഹമായി കരുതുന്നതായും സുന്ദരൻ പറഞ്ഞു. തിരുവമ്പാടി അമ്പലത്തിന്റെ അവകാശികളായ അവകാശികളായ ഞങ്ങൾ തന്നെയാണ് ഇതുവരെ ചെയ്തു പോന്നിരുന്നത്. ഇതിനു മുമ്പും അച്ഛനായിരുന്നു. 56 വർഷം അച്ഛൻ ചെയ്തതിനു ശേഷം അച്ഛൻ മരണപ്പെട്ടു. അതിനുശേഷം ഞാനും അനുജനും കൂടിയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ 5-ാം വർഷമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 ദിവസം വ്രതമെടുത്തും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങൾ എല്ലാം ഭംഗിയാക്കി ഇതുവരെ നടത്തിക്കൊണ്ട് പോയി വന്നിരിക്കുകയാണ്. പാറമേക്കാവിന് വേണ്ടി ഇത്തവണയും കൊടിമരം തയ്യാറാക്കുന്നത് പറവട്ടാനി സ്വദേശി ചെമ്പിൻ നീലകണ്ഠനാശാരിയും മക്കളും ചേർന്നാണ്. കഴിഞ്ഞ 25 വർഷമായി പാറമേക്കാവിന് വേണ്ടി കൊടിമരം തയ്യാറാക്കുന്നത് ഇവരാണ്. 19 വർഷമായി കുട്ടനാണ് പാറമേക്കാവിൽ സ്ഥിരമായി ആശാരിപ്പണി നടത്തി വരുന്നത്. നീലകണ്ഠനാശാരി വാർദ്ധക്യ സഹജമായ അവശതകൾ നേരിടുന്നതിനാൽ കുട്ടന്റെ അനുജൻ കണ്ണനും ആദ്യമായി കൊടിമര നിർമ്മാണത്തിൽ പങ്കാളിയായി. കുടുംബസമേതം 15 ദിവസം വ്രതമെടുത്താണ് കൊടിമര നിർമ്മാണം നടത്തുന്നതെന്നും മുത്തച്ഛന്റെ പാരമ്പര്യം തുടരാനാകുന്നത് ദേവിയുടെ അനുഗ്രഹമായി കരുതുന്നതായും കുട്ടൻ പറയുന്നു. കഴിഞ്ഞ 24 വർഷമായിട്ട് ഞാനും അച്ഛനും കൂടി ചെയ്യണത്. ഇപ്പം ഞാനിവിടെ ഒരു 19 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ കീഴിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് ഈ കൊല്ലം അനിയനും കൂടി അതിനെ സഹായിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു 15 ദിവസം ഞങ്ങൾ ഒരു വ്രതം എടുക്കാറുണ്ട്. അതെടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. കുടുംബത്തിലെല്ലാവരും എടുത്ത് ചെയ്യാറുണ്ട്. കൊടിക്കൈ പിടിപ്പിച്ച കവുങ്ങിൽ ആലിലയും മാവിലയും ചേർത്ത് കെട്ടി ആർപ്പുവിളികളോടെ തട്ടകക്കാരാണ് കൊടിമരം നാട്ടുന്നത്. പാറമേക്കാവ് വിഭാഗം ക്ഷേത്രത്തിന് മുന്നിലെ പാലമരത്തിലും മണികണ്ഠനാലിലും കൊടിയുയർത്തുമ്പോൾ നായ്ക്കനാലിലും നടുവിലാലിലും കൊടിയേറ്റാനുള്ള അവകാശം തിരുവമ്പാടിക്കാണ്. TCV ന്യൂസ്, തൃശൂർ. പൂരക്കാഴ്ച.
പാറമേക്കാവ് തിരുവമ്പാടി ഗോപുരങ്ങളാണ് ഇന്നത്തെ പൂരക്കാഴ്ചയിൽ. പൂരങ്ങളുടെ പൂരത്തെ വരവേൽക്കാൻ TCVയുടെ സിഗ്നേച്ചർ ഫിലിം സജ്ജമായി. TCV പൂരക്കാഴ്ചകളുടെ കലിഡോസ്കോപ്പ് എന്ന ആശയത്തെ ആസ്പദമാക്കിയാണ് സിഗ്നേച്ചർ ഫിലിം തയ്യാറാക്കിയിട്ടുള്ളത്. TCV റിപ്പോർട്ടർ ജിയോ സണ്ണി സംവിധാനവും ഷിബി പോട്ടോർ ക്യാമറയും കൈകാര്യം ചെയ്തിരിക്കുന്നു. ആന്റണി പോൾ ഗ്രാഫിക്സും കൃഷ്ണചന്ദ്രൻ ശബ്ദമിശ്രണവും ഒരുക്കിയിരിക്കുന്നു. അരുൺ പടവെട്ടിയാണ് അസിസ്റ്റന്റ് ക്യാമറാമാൻ. പ്രേമൻ, ശങ്കരൻ, ദേവദത്തൻ എന്നിവരാണ് അഭിനേതാക്കൾ. വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വാദ് B2B ആട്ട. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്, ഏത് പ്രാർത്ഥനയും ഫലിക്കും. സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. കോ സ്പോൺസർഡ് ബൈ പ്യൂമ ട്രേഡേഴ്സ്. പ്യൂമ കുടകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, റെയിൻകോട്ടുകൾ, ഇനിയെല്ലാം പ്യൂമ തന്നെ. രാമവർമ്മപുരത്ത് ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ യുവാവിന് വെട്ടേറ്റു. രാമവർമ്മപുരം സ്വദേശി പൂപ്പത്തി സജീവനെയാണ് 2-അംഗ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കൈപ്പത്തിക്ക് വെട്ടേറ്റ യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാനും ദിവസം മുൻപ് നഗരത്തിലെ ബാറിന് മുന്നിലുണ്ടായ തർക്കമാണ് ഗുണ്ടാ ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. വിയൂർ പോലീസ് കേസെടുത്തു. അക്രമികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു. കേരള സംരക്ഷണ ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ മനുഷ്യച്ചങ്ങല തീർത്തു. 418 ബാറുകൾ തുറക്കാതിരിക്കാൻ VM സുധീരൻ ഉറച്ചു നിൽക്കുക, കേരള ജനത താങ്കളോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല പ്രൊഫസർ സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. EA ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ അന്നം ജോൺ, പ്രൊഫസർ ജോൺ സിറിയക്, കുസുമം ജോസഫ്, KK കൊച്ചു മുഹമ്മദ്, ജെയിംസ് മുട്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ അക്വാട്ടിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ജൂനിയർ, സബ് ജൂനിയർ നീന്തൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ബട്ടർഫ്ലൈ, ഫ്രീ സ്റ്റൈൽ, ബാക്ക്, ബെസ്റ്റ് സ്ട്രോക്ക്, വാട്ടർ പോളോ എന്നീ വിവിധ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുട്ടികൾക്കായി രാമവർമ്മപുരത്ത് വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണറുടെ കോൺഫറൻസ് ഹാളിൽ നടന്ന ക്ലാസ് കമ്മീഷണർ P. പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർമാരായ രാധാകൃഷ്ണൻ നായർ, ഷാഹുൽ ഹമീദ്, അസിസ്റ്റന്റ് കമാൻഡന്റ് G. അശോക് കുമാർ, ഇൻസ്പെക്ടർ I. നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് വാര്യർ, ദേവിദാസ് മേനോൻ എന്നിവർ ക്ലാസ് എടുത്തു. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 100ഓളം കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തയിലേക്ക്. ഓടിക്കളിക്കുന്നതിനിടയിൽ വീണ് പരിക്കേറ്റ 4 വയസ്സുകാരന് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നൽകിയത് പേവിഷബാധയ്ക്കുള്ള ചികിത്സ. എടവിലങ്ങ് കാതിയാളം കൊണ്ടാംപുള്ളി അബ്ദുൽ അസീസിന്റെ മകൻ ഹാഷിമിനാണ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പിന് കുറിപ്പടി നൽകിയത്. ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ എത്തിയപ്പോഴാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ സംഭവം അറിഞ്ഞത്. 2 ഇഞ്ചക്ഷൻ മരുന്ന് എഴുതിയിട്ടുണ്ടെന്ന് ഫാർമസിയിൽ നിന്ന് പറഞ്ഞതിനെ തുടർന്ന് ആശുപത്രി ജീവനക്കാരോട് തിരക്കിയപ്പോഴാണ് കുട്ടിക്ക് പേവിഷ മരുന്ന് കുറിച്ച് നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഡോക്ടറെ വീണ്ടും സമീപിച്ചപ്പോൾ കുറിപ്പടിയിൽ പേന കൊണ്ട് വരയ്ക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറാണ് ഗുരുതരമായ വീഴ്ച വരുത്തിയത്. സംഭവത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വൃദ്ധയ്ക്ക് മനോവൈകല്യമുള്ള മകന് മർദ്ദനമേറ്റ സംഭവം വിവാദമായി. ഭക്തരെ മർദ്ദിച്ച സംഭവം അട്ടിമറിക്കാൻ ഇടപെട്ടിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. COA സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള കേബിൾ TV ഓപ്പറേറ്റർമാർ നിരാഹാരം അനുഷ്ഠിച്ചു. ഓൾ കേരള ഇന്റർ ആയുർവേദ കോളേജ് കലാമേളയിൽ കണ്ണൂർ ആയുർവേദ കോളേജിന് കിരീടം. ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിന് 2ാം സ്ഥാനം. ലോക തൊഴിലാളി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. നാടെങ്ങും വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടത്തി.